അപ്പോൾ ഇന്നൊരു പ്രത്യേക ദിവസമാണ്. എന്തെന്ന് വെച്ചാൽ ജനുവരി 26 മാത്രമല്ല, ഡിസംബർ 3 ഫെബ്രുവരി 3 2 മാസമാണ്. ഏകദേശം 2 വർഷം 2 മാസം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രീവിയസ് റെക്കോർഡ് ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 2 വർഷം 2 മാസം എന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. എൻ്റെ പ്രീവിയസ് റെക്കോർഡിൽ 2 വർഷം 2 മാസം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 2 മാസം നമ്മൾ നെഗറ്റീവ് കളയണം. ശരിക്കും പറഞ്ഞാൽ 2 വർഷത്തോളമേ നിക്കോട്ടിനാണ് അഡിക്റ്റീവ് സംഭവം. അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ 2 വർഷം 2 മാസത്തോളം ഞാനിപ്പോൾ പുതിയ റെക്കോർഡാണ് എൻ്റെ ഇപ്പോൾ. സോ അത് എനിക്ക് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് മനസ്സിലായേ തീരുമെന്നുള്ളതാണ്. ഒരുപാട് കഷ്ടപ്പെടുകയൊക്കെയാണ് ഇത്രയും നാളൊക്കെ വലിയൊരു മാർഗം. ഇപ്പം എന്താണെന്നറിയില്ല, എല്ലാം കൂടി ഭയങ്കര ക്ലാഷ് കൊള്ളമായി ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ സ്റ്റക്കായി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ചെയ്യണമെന്നൊന്നും എൻ്റെ വീട്ടിലെ വീട്ടുകാരെല്ലാവർക്കും റിപ്പോർട്ടൊക്കെ നോക്കുന്നു. എന്താണെന്ന് പക്ഷേ ഇതാണ് ഇതിൻ്റെ ക്രൈവിങ്. ഇതിനെങ്ങനെ ഞാൻ ഓവർകം ചെയ്യുന്നത് ഞാൻ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇനിയും ഞാൻ ജീവിക്കാൻ പോകുന്ന ജീവിതം എന്ന് വെച്ചാൽ കൂടുതൽ അത്രയും മാറി നിൽക്കുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ ഈ പുതിയ രീതികളായിരിക്കും, പുതിയ അനുഭവങ്ങളായിരിക്കും. മനസ്സിലായി. സോ ഈ പുതിയ അനുഭവങ്ങൾ ഓരോ ദിവസവും പുതുതായിരിക്കും. ചിലപ്പോൾ സംഘടനകൾ പുതിയതായിരിക്കും. അതിനെങ്ങനെ നേരിടുന്നപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സോ എനിക്ക് നല്ല രീതിയിൽ ക്ഷമയാണ് ഏറ്റവും അധികം വേണ്ടത്. തീർച്ചയായിട്ടും എനിക്കത് മുന്നോട്ട് പോയാൽ എനിക്ക് എന്നെ പറഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 2.5 വർഷം അങ്ങനെയൊക്കെ എനിക്ക് ലക്ഷ്യത്തിൽ മുന്നോട്ട് പോയി. ഇതിൽ ഒരു ദിവസം പ്രോഗ്രാം പോലെ കണ്ടാൽ മതി എന്നുള്ളതാണ്. പക്ഷേ സത്യമായിട്ട് ഞാനിപ്പോൾ എൻ്റെ പുതിയ റെക്കോർഡുകളൊക്കെ ലഭിച്ച് പുതിയൊരു ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് ആണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എനിക്ക് ഒരുപാട് പുതിയ തരത്തിലുള്ള ഞാൻ നേരത്തെ അനുഭവിക്കാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. നമ്മളെ പറ്റിയുള്ള ഒരു ബോഡി ഡിസ്മോർഫിക്കായിട്ടുള്ള ചിന്തകളാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നത് എനിക്കൊരു പിടിയില്ല. നേരത്തെ എനിക്കൊരു കോമൺ പാത്ത് ഓൾറെഡി എൻ്റെ മനസ്സിൽ സെറ്റാണ്. ഇനി അങ്ങോട്ട് ഞാൻ തന്നെ വെട്ടിക്കളയ്ക്കണം. അത് കുറച്ച് പാടുപെടും. പക്ഷേ ഈ പാടുപെടൽ ഉറപ്പായിട്ടും ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ഈ പാടുപെടൽ എൻ്റെ വളർച്ചയായി മാറും. തീർച്ചയായിട്ടും ഉറപ്പാണ്. ഒരു സപ്പോർട്ടാണ് വേണ്ടത്.